Good afternoon to all. In the previous class, we learned about the functions of insurance. Today, I am going to teach type of insurance, need and purpose of insurance. First, we start with the meaning of insurance. Insurance is a contract between the insurance company and a policyholder in return for consideration. The insurance company promised to pay a specified amount to the insured on the happening of a specific event. ഒരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺട്രാക്റ്റാണ്. അതായത് ഇൻഷുററും ഇൻഷുർഡും. ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയാണ്. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ പോളിസി ഹോൾഡറാണ്. ഇൻഷുറർക്ക് ഒരു സെർട്ടൻ എമൗണ്ട്, അതിന് പറയുന്നതാണ് പ്രീമിയം ഇൻഷുറർക്ക് കൊടുക്കും. അതിന് പകരമായിട്ട് എന്തെങ്കിലും ലോസുകൾ വരികയാണെങ്കിൽ ആ ലോസ് നികത്താമെന്ന് അവർ പ്രോമിസ് ചെയ്യും. ഒന്നുകൂടി നോക്കാം. ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി ഹോൾഡർ. ഇൻ റിട്ടേൺ ഫോർ കൺസിഡറേഷൻ ദ ഇൻഷുറൻസ് കമ്പനി പ്രോമിസ് ടു പേ എ സ്പെസിഫൈഡ് എമൗണ്ട് ടു ദി ഇൻഷുർഡ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫിക് ഇവൻറ്റ്. ഒരു പർട്ടിക്കുലർ ഇവൻറ്റ് നടന്നു കഴിയുമ്പോൾ അതിനുള്ള എമൗണ്ട് കൊടുക്കാമെന്ന് ഇൻഷുറർ ഇൻഷുർഡിന് പ്രോമിസ് കൊടുക്കുന്നതാണ് ഇൻഷുറൻസ്. ഒരു കോൺട്രാക്റ്റിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്. രണ്ട് തരത്തിലുള്ള ഇൻഷുറൻസ് ആണുള്ളത്. ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസ്. ജനറൽ ഇൻഷുറൻസ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻടു മോട്ടോർ ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്. ഫസ്റ്റ് വി സ്റ്റാർട്ട് വിത്ത് ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റാണ്. ഇതിൽ ഒന്നില്ലെങ്കിൽ അയാളുടെ ഡെത്ത്, ആ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ ഡെത്തിന് ശേഷം അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യും ഇൻഷുറൻസിൻ്റെ. അല്ലെങ്കിൽ അയാൾക്ക് ഓർ അതർ ഈവൻസ് സച്ചസ് ടെർമിനൽ ഇൽനെസ് ഓർ ക്രിമിനൽ ഇൽനെസ് ഇങ്ങനത്തെ വരുമ്പോൾ ഫണ്ട് പ്രൊവൈഡ് ചെയ്യും ഇൻഷുറൻസ് കമ്പനി. ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പോളിസി ഓണർ ആൻഡ് ദ ഇൻഷുറർ where the insurer agree to reimburse the occurrence of the insured individual's death, അയാളുടെ മരണശേഷം, or other events such as terminal illness or criminal illness. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഫണ്ട് കൊടുക്കാമെന്ന് ഇൻഷുറർ ഇൻഷുർഡിന് കൊടുക്കുന്ന പ്രോമിസാണ് ലൈഫ് ഇൻഷുറൻസ്. The insured agreed to pay the cost in terms of insurance premium for the service. ഈ ഇൻഷുറൻസ് കമ്പനി ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് പകരമായിട്ട് ഇൻഷുർഡ് പ്രീമിയം കൊടുക്കണം. വേർ ദ ഇൻഷുറർ എഗ്രി ടു പേ ദ ഡിസൈൻഡ് ബെനിഫിഷ്യറി എ സം ഓഫ് മണി അപ്പോൺ ദ ഒക്കറൻസ് ഓഫ് ഇൻഷുറൻസ് ഇൻഡിവിജ്വൽസ് ഡെത്ത് ഓർ ഈവൻ സച്ചസ് ടെർമിനൽ ഓർ ക്രിമിനൽ ഇൽനെസ്. ഇങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി കഴിയുമ്പോൾ ഡെത്തോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ്സോ അല്ലെങ്കിൽ ടെർമിനൽ ഇൽനെസ്സോ ഒക്കെ വരുമ്പോൾ ആ ഫണ്ട് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യും ഇൻഷുറൻസ് കമ്പനി. നെക്സ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി കമ്പനികളാണ് ഭാരതി ലൈഫ് ഇൻഷുറൻസ്, LIC ലൈഫ് ഇൻഷുറൻസ്, HDFC ലൈഫ് ഇൻഷുറൻസ്, മാക്സ് ലൈഫ് ഇൻഷുറൻസ്. ദീസ് ആർ ദ വേരിയസ് ലൈഫ് ഇൻഷുറൻസ് അവൈലബിൾ ഇൻ ഇന്ത്യ. നെക്സ്റ്റ് ജനറൽ ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് അല്ലാതെ വരുന്ന ഇൻഷുറൻസുകളെയാണ് നമ്മൾ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇൻഷുറിങ് എനിത്തിങ് അതർ ദാൻ ഹ്യൂമൻ ലൈഫ് ഈസ് കോൾഡ് ജനറൽ ഇൻഷുറൻസ്. ഹ്യൂമൻ ലൈഫ് അല്ലാതെ വരുന്ന ഇൻഷുറൻസുകളെയാണ് നമ്മൾ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സം കാറ്റഗറീസ് ഓഫ് ജനറൽ ഇൻഷുറൻസ് പോളിസി ആർ വെഹിക്കിൾ, ഹോം, ഹെൽത്ത്, പ്രോപ്പർട്ടി, ആക്സിഡൻറ്റ്, സിക്നെസ്, അൺഎംപ്ലോയ്മെൻറ്റ്, കാഷ്വാലിറ്റി, ലയബിലിറ്റി ആൻഡ് ക്രെഡിറ്റ്. ഇങ്ങനത്തെയൊക്കെയാണ് ഈ ജനറൽ ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നത്. ഇതിലൊരിക്കലും ലൈഫ് ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ലൈഫിനെ നമ്മൾ ഇൻഷുർ ചെയ്യില്ല. ബാക്കിയുള്ള ഐറ്റംസ് അതിപ്പോൾ ഹോമോ അല്ലെങ്കിൽ ഹെൽത്ത്, പ്രോപ്പർട്ടി അങ്ങനത്തെ ഒക്കെയാണ് ജനറൽ ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ്. This is purchased for covering medical expenses revolving around various health issues including hospitalization, treatment and so on. നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ നമുക്ക് കിട്ടുന്ന ഫണ്ടിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് പർച്ചേസ്ഡ് ഫോർ കവറിങ് മെഡിക്കൽ എക്സ്പെൻസസ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് ലൈഫ് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മെഡിക്കൽ മെഡിസിൻസ് വാങ്ങാനോ അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഫണ്ടിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ്.
This is purchased for covering medical expenses revolving around various health issues including hospitalization. അതുപോലെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിനൊക്കെ കൊടുക്കുന്ന ഫണ്ടാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇൻഷുറൻസ്. പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഉണ്ട്, ലയബിലിറ്റി ഇൻഷുറൻസ് ഉണ്ട്. പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ ഇൻഷുറൻസ് എടുത്തേക്കണേ ആ വ്യക്തിക്കാണ് ലോസിനുള്ള ഫണ്ട് കിട്ടാം. ലയബിലിറ്റി ഇൻഷുറൻസിന് ആ വ്യക്തികൾക്കല്ല ആർക്കാണോ ലോസ് ഉണ്ടാവണേ അവർക്കാണ് കൊടുക്കാം. പ്രോപ്പർട്ടി ഇൻഷുറൻസ് പേയ്മെൻറ്റ് ടു ഇൻഷുർഡ് പേഴ്സൺ ഇഫ് ഹിസ് ഓർ ഹെർ പ്രോപ്പർട്ടി ഡാമേജ്ഡ് ഓർ ഡിസ്ട്രോയ്ഡ് ബൈ ആക്സിഡൻറ്റ്. ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്ത വ്യക്തിയുടെ പ്രോപ്പർട്ടിക്ക് ഡാമേജോ അല്ലെങ്കിൽ ഡിസ്ട്രോയോ വന്ന് എടുക്കുന്ന എടുത്ത അയാൾക്ക് കിട്ടുന്ന ഫണ്ടായിരിക്കും പ്രോപ്പർട്ടി ഇൻഷുറൻസ്. അതായത് പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഇൻഷുർഡ് പേഴ്സണിനാണ് കിട്ടാം. അതായത് ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്കാണ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് വഴി ഇൻഷുറൻസ് കിട്ടുക. ലയബിലിറ്റി ഇൻഷുറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വണ്ടി ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ വണ്ടിയുമാണോ ഇടിച്ചത് അയാൾക്കാണ് ഫണ്ട് കിട്ടുക, അല്ലാണ്ട് ഇൻഷുറൻസ് എടുത്ത ആൾക്കല്ല കിട്ടുക. അതാണ് പ്രോപ്പർട്ടി ഇൻഷുറൻസും ലയബിലിറ്റി ഇൻഷുറൻസും തമ്മിലുള്ള ഡിഫറൻസ്. Payment to others if a member of the insured household accidentally causes harm to other person or property. ഇൻഷുറൻസ് എടുത്ത ആൾ ആർക്കാണോ അപകടം ആരുടെ വണ്ടിയുമേണ് ഇടിച്ചത് അയാൾക്കാണ് കിട്ടുക, അല്ലാതെ ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്കല്ല ലയബിലിറ്റി ഇൻഷുറൻസിൽ കിട്ടാം. പക്ഷേ പ്രോപ്പർട്ടി ഇൻഷുറൻസിൽ ആരാണോ ഇൻഷുറൻസ് എടുത്തത് ആ വ്യക്തിക്കാണ് ഫണ്ട് കിട്ടാം. നെക്സ്റ്റ് വരുന്നത് ഹൾ ഇൻഷുറൻസ്. Hull insurance is one of the main type of marine insurance policies available in the marketplace. It covers broad range of damages on vehicles. അതായത് ഇപ്പോൾ വണ്ടികളുടെ ഹൾ, മിഷനറി അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് അങ്ങനത്തെ വരുന്ന ഡാമേജുകൾക്ക് കൊടുക്കുന്ന ഇൻഷുറൻസ് ആണ് ഹൾ ഇൻഷുറൻസ്. Hull insurance is one of the main type of marine insurance policies available in the marketplace. It covers broad range of damages on vehicles, hull, machinery and equipment. Next, the difference between life insurance and general insurance. നമ്മൾ ലൈഫ് ഇൻഷുറൻസ് ഓൾറെഡി പറഞ്ഞു. അതായത് ഒരു ഇൻഷുറൻസ് പോളിസി ഹോൾഡറിൻ്റെ ഡെത്തോ അല്ലെങ്കിൽ അതർ ഇൻസിഡൻസ്, അതായത് ടെർമിനൽ ഓർ ക്രിട്ടിക്കൽ ഇൽനെസ് ഇങ്ങനത്തെയൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന ഇൻഷുറൻസ് ആണ് ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത എല്ലാ ഇൻഷുറൻസിനെയും നമ്മൾ ജനറൽ ഇൻഷുറൻസ് എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ മറൈൻ ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ്, മോട്ടോർ ഇൻഷുറൻസ് എക്സെട്ര. നെക്സ്റ്റ് വി മൂവ് ടു ദി ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്. ഇൻ കേസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് റിസ്ക് ഈസ് സർട്ടൺ. റിസ്ക് ഉണ്ടാവുന്നു ഉറപ്പാണ് ഇതിൽ ലൈഫ് ഇൻഷുറൻസിൽ. ജനറൽ ഇൻഷുറൻസ് ദ റിസ്ക് ഈസ് നോട്ട് സർട്ടൺ. റിസ്ക് വരുന്നു ഉറപ്പില്ല ജനറൽ ഇൻഷുറൻസിൽ. സെക്കൻഡ്, ഒബ്ജക്റ്റീവ് ഈസ് ടു സെക്യൂർ ഫ്യൂച്ചർ ആൻഡ് ഓൾസോ മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഫ്യൂച്ചറിന് വേണ്ടിയും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസായിട്ടാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത്. ജനറൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഈസ് ടു ഗെറ്റ് സെക്യൂരിറ്റി ഓർ കോമ്പൻസേഷൻ കോമ്പൻസേഷൻ കിട്ടാനായിട്ടാണ് നമ്മൾ ജനറൽ ഇൻഷുറൻസ് എടുക്കുന്നത്, അല്ലാണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് അല്ല, സെക്യൂരിറ്റി പർപ്പസാണ്. തേർഡ്, ദ പോളിസി ഈസ് ജനറലി ഫോർ ലോങ് പീരീഡ്. ലൈഫ് ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത് ലോങ് പീരീഡിലേക്ക് വേണ്ടിയായിരിക്കും. ജനറൽ ഇൻഷുറൻസ് 1 ഇയറിലേക്ക് വേണ്ടിയാണ്. അതിൽ കൂടുതൽ നമ്മൾ ജനറൽ ഇൻഷുറൻസ് എടുക്കില്ല. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഫോർ മോർ ദാൻ 1 ഇയർ. ഫോർത്ത് പോയിന്റ്, ദ എമൗണ്ട് ഓഫ് പ്രീമിയം ഈസ് ലിങ്ക് ടു ദി ഏജ് ഓഫ് ദി ഇൻഷുറൻ ആൻഡ് പീരീഡ് ടു ദി പോളിസി. അതായത് നമ്മളുടെ പ്രീമിയത്തിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് അയാളുടെ ഏജിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് ലൈഫ് ഇൻഷുറൻസിൽ. ദ എമൗണ്ട് ഓഫ് പ്രീമിയം ഈസ് ലിങ്ക് ടു ദി ഏജ് ഓഫ് ദി ഇൻഷുർഡിൻ്റെ ഏജുമായിട്ട് റിലേറ്റഡ് ആണ് പ്രീമിയം. ജനറൽ ഇൻഷുറൻസിൽ പ്രീമിയം ഈസ് ഫിക്സ്ഡ് ആസ് പെർ ദ നേച്ചർ ഓഫ് റിസ്ക് ഇൻവോൾവ്. എത്ര റിസ്ക് ആണോ അതിൽ ഇൻവോൾവ് ചെയ്തത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് പ്രീമിയം അടയ്ക്കേണ്ടി വരിക. അതായത് ആ പർട്ടിക്കുലർ ഇൻഷുറൻസിൻ്റെ റിസ്ക് എന്തോറുണ്ട് അതിൻ്റെ ബേസിലാണ് നമ്മൾ പ്രീമിയം പേ ചെയ്യേണ്ടത്. ഫിഫ്ത്ത് പോയിന്റ്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് മസ്റ്റ് എക്സിസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് അക്വയറിംഗ് പോളിസി.
പോളിസി എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും ലൈഫ് ഇൻഷുറൻസിൽ. ഇൻ ജനറൽ ഇൻഷുറൻസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് മസ്റ്റ് എക്സിസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്റ്റ് ചെയ്യുന്ന സമയത്തേ ആ ഒരു ഇൻഷുറൻസ് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ആൻഡ് ഓൾസോ അറ്റ് ദ ടൈം ഓഫ് ലോസ് ഉണ്ടാവുന്ന സമയത്തും അതുപോലെ തന്നെ ഇൻഷുറൻസിൽ എൻ്റർ ചെയ്യുന്ന സമയത്തുമാണ് ഈ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്. ഫസ്റ്റ്, റിസ്ക് ഈസ് സർട്ടൻ. ഇൻ കേസ് ഓഫ് ജനറൽ ഇൻഷുറൻസ് ദ റിസ്ക് ഈസ് നോട്ട് സർട്ടൻ. സെക്കൻഡ്, ഒബ്ജക്റ്റീവ് ഇസ് ടു സെക്യൂർ ഫ്യൂച്ചർ ആൻഡ് മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസാണ് ലൈഫ് ഇൻഷുറൻസിൽ. ജനറൽ ഇൻഷുറൻസിൽ ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റി, അതായത് എന്തെങ്കിലും ലോസ് വന്നാൽ ആ ലോസിനെ കവർ ചെയ്യാനൊരു സെക്യൂരിറ്റി ആയിട്ടാണ് നമ്മൾ ജനറൽ ഇൻഷുറൻസ്. പിന്നെ ലൈഫ് ഇൻഷുറൻസ് ലോങ്ങർ പീരീഡിലേക്കാണ്. ജനറൽ ഇൻഷുറൻസ് 1 ഇയറിലേക്ക് വേണ്ടിയാണ്. പ്രീമിയം എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസിൽ ആ പർട്ടിക്കുലർ വ്യക്തിയുടെ ഏജുമായിട്ട് ലിങ്കാണ്. ജനറൽ ഇൻഷുറൻസിൽ പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത് റിസ്ക്, ആ പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ എത്ര റിസ്ക് ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യാണ്. നെക്സ്റ്റ്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് മസ്റ്റ് എക്സിറ്റ് അറ്റ് ദ ടൈം ഓഫ് അക്യൂറിങ് പോളിസി. നമ്മൾ ലൈഫ് ഇൻഷുറൻസിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് പോളിസി എടുക്കുമ്പോൾ തന്നെയുണ്ട്. ജനറൽ ഇൻഷുറൻസിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് മസ്റ്റ് എക്സിസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ലോസ്. കോൺട്രാക്റ്റിൻ്റെ ടൈമിലോ ലോസിൻ്റെ ടൈമിലോ ആണ് നമുക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ്, പർപ്പസ് ആൻഡ് നീഡ് ഫോർ ഇൻഷുറൻസ്. First point, in the case of foreign trade, there will be the chance of sea perils. In order to protect their property from this type of robbery and sea there is a need of insurance policy. അതായത് ഇപ്പം നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു ഗുഡ്സ് വേറെ രാജ്യത്തിലേക്ക് വിടുമ്പോൾ ഗുഡ്സുകൾ പെറിഷബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് അത് പെട്ടെന്ന് നശിച്ചു പോകാനുള്ള, ചീത്തയായി പോകാനുള്ള, പെറിഷ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോകുമ്പോൾ കൊടുക്കുന്ന കവർ ചെയ്യുന്ന റിസ്കുകൾ, അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് ഫോറിൻ ട്രേഡ് ദർ വിൽ ബി ചാൻസസ് ഓഫ് സീ പെറിൽ. ഈ ഫോറിൻ ട്രേഡിൻ്റെ സമയത്താണ് ഈ പെറിഷ് ചെയ്ത് പോകാനുള്ള സാധ്യത ഗുഡ്സ്. അങ്ങനെ പെറിഷ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് കൊടുക്കുന്ന ഇൻഷുറൻസാണ്, അതിന് നമ്മൾ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്. In order to protect the business from various laws like accident, theft and damage, need insurance policy. അതായത് ഇപ്പം നമുക്കറിയാം റിസ്ക് ഉള്ള ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും പഠിക്കും. കാരണം ലോസ് വന്നാൽ നമുക്ക് ഒരുപാട് നഷ്ടം വരും. പക്ഷേ ഇപ്പോൾ ഇൻഷുറൻസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോസ് വന്നാൽ തന്നെ ആ ലോസിനെ ഇൻഡിമിനിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ റിസ്ക് ആയിട്ടുള്ള ബിസിനസ്സുകൾ എടുക്കാനും അതുപോലെ തന്നെ ബിസിനസ്സുകൾക്ക് എക്സ്പാൻഷൻ നടത്താനും തുടങ്ങും. ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ ബിസിനസ് ഫ്രം വേരിയസ് ലോസസ് ലൈക്ക് ആക്സിഡൻറ്റ്, തെഫ്റ്റ് ആൻഡ് ഡാമേജ്, നീഡ് ഇൻഷുറൻസ് പോളിസി. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം, ബിസിനസ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആക്സിഡൻറ്റിൽ നിന്നോ തെഫ്റ്റിൽ നിന്നോ അതുപോലെ ഡാമേജസിൽ നിന്നൊക്കെ നമ്മുടെ ബിസിനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം, ഇൻഷുറൻസ് പോളിസി വേണം. നെക്സ്റ്റ്, സ്പ്രെഡ് ദ കോസ്റ്റ് ഓഫ് ലോസസ്. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ ആ പർട്ടിക്കുലർ പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ നിന്ന് വരുന്ന ലോസ് നമ്മൾ തന്നെ ബിയർ ചെയ്യേണ്ടി വരും. ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആ റിസ്കുകൾ എന്താ ചെയ്യണത്, സ്പ്രെഡ് ചെയ്യണം. ആ ലോസുകളുടെ എക്സ്റ്റെൻറ്റ് ബിയർ ചെയ്യണം. അതായത് ഇൻഷുറൻസ് കമ്പനിയും ആ പർട്ടിക്കുലർ പോളിസി ഹോൾഡറും ബിയർ ചെയ്യണം. അതാണ് പറയുന്നത് സ്പ്രെഡ് ദ കോസ്റ്റ് ഓഫ് ലോസസ്. ഫോർത്ത്, റെഡ്യൂസ് ദ നീഡ് ഫോർ ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് ഫണ്ട്. അതായത് ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് ഫണ്ടിൻ്റെ ആവശ്യം ഈ ഇൻഷുറൻസ് വഴി കുറയാണ് ചെയ്യുന്നത്. ഫിഫ്ത്ത്, പ്രൊവൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ ഫോർ ഗവൺമെൻറ് ആൻഡ് ഇൻഡസ്ട്രി. അതായത് ഇപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം ആയിട്ട് കളക്ട് ചെയ്യുന്ന ഫണ്ട് അവർ പ്രൊഡക്റ്റീവ് പർപ്പസിനും വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത് പ്രൊവൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ ഫോർ ഗവൺമെൻറ് ആൻഡ് ഇൻഡസ്ട്രി. ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയുടെയും ഡെവലപ്മെൻറ്റ് പർപ്പസിന് വേണ്ടി അവർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻഷുറൻസ് കമ്പനിക്കാർ. നെക്സ്റ്റ്, എൻകറേജ് ലോസ് പ്രിവെൻഷൻ ആക്ടിവിറ്റീസ്. അതായത് ഇൻഷുറൻസ് കമ്പനി ഇപ്പോൾ ലോസുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അഡ്വൈസുകൾ ബിസിനസ് ഓർഗനൈസേഷൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. എൻകറേജ് ലോസ് പ്രിവെൻഷൻ ആക്ടിവിറ്റീസ്.
Next, seventh, insurance plan will help you to pay for medical emergencies, hospitalization, ഇൽനെസ്, ട്രീറ്റ്മെൻറ്റ്. അതായത് ഇപ്പം നമ്മൾ ഇൻഷുറൻസ് പ്ലാനുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് വന്നാൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നാൽ എല്ലാത്തിനും നമുക്ക് ഫണ്ട് ഇൻഷുറൻസ് കമ്പനിയുടെ നിന്ന് കിട്ടും. 8th point, the financial loss to the family due to the unfortunate death. നമുക്കറിയാം പെട്ടെന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലോസ് നികത്താനായിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. The financial loss to the family due to the unfortunate death of the sole earner can be covered by insurance policies. ആ ഒരു എമൗണ്ട് നമുക്ക് ആ ഇൻഷുറൻസിൽ ചേർന്നേക്കുന്ന എമൗണ്ട് ആ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽസിന് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് കിട്ടുമ്പോൾ ആ റിസ്ക് നമുക്ക് അയാളുടെ ഡെത്ത് വഴിയുള്ള ആ ലോസ് നമുക്ക് നികത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇൻഷുറൻസ് ഹെൽപ്പ് ടു റീപേ എനി ഡെപ്റ്റ് ലൈക്ക് ഹോം ലോൺ ഓർ അതർ ഡെപ്റ്റ്സ് വിച്ച് ദ പേഴ്സൺ ഇൻഷുർഡ് മേ ഹാവ് ഇൻകേർഡ് ഇൻ ഹിസ് ഓർ ഹെർ ലൈഫ് ടൈം. അതായത് ഇപ്പോൾ ഒരു ഡെപ്റ്റ് കടം വന്നു, അപ്പോൾ ഈ ഇൻഷുറൻസ് പോളിസിയിൽ ചേർന്ന ആൾക്ക് ആ ഇൻഷുറൻസിൻ്റെ കൊണ്ടുപോയി സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ലോൺ എമൗണ്ട് പേയ്മെൻറ്റ് അവർക്ക് അതൊരു സെക്യൂരിറ്റി ആയിട്ട് വയ്ക്കാം. Insurance help to repay any debt like home loan or other debt which the person insured may have incurred in his or her debt ഒക്കെ വരാണെങ്കിൽ ഇത് നമുക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് വയ്ക്കാം. നെക്സ്റ്റ് 10th point, ഇൻഷുറൻസ് പ്ലാൻ വിൽ ഹെൽപ്പ് ഇൻ പ്രൊട്ടക്റ്റിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ചൈൽഡ് ഇൻ ടേംസ് ഓഫ് ഹിസ് ഓർ ഹെർ എഡ്യൂക്കേഷൻ. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പലതരത്തിലുള്ള ഇൻഷുറൻസുകൾ ചേരുന്നുണ്ട്. അപ്പോൾ അതും ആ ഇൻഷുറൻസ് പ്ലാനുകളും നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ ചൈൽഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ ദ വേരിയസ് പർപ്പസ് ആൻഡ് നീഡ് ഫോർ ഇൻഷുറൻസ്. ഫസ്റ്റ് ഫോറിൻ ട്രേഡിൻ്റെ കേസിൽ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ബിസിനസ് എക്സ്പാൻഷന്, ലോസിൻ്റെ കോസ്റ്റ് സ്പ്രെഡ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ്റിന് ഫണ്ട്, ഗവൺമെൻറ്റിന് ഇൻഡസ്ട്രിക്കും ക്യാപിറ്റൽ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രിവെൻഷൻ ആക്ടിവിറ്റീസ് അവർ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ, മെഡിക്കൽ ഇങ്ങനത്തെ തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാളുടെ പെട്ടെന്നുള്ള ഡെത്ത് വരികയാണെങ്കിൽ ആ ആളുടെ നഷ്ടം നികത്താനായിട്ട് ഈ ഇൻഷുറൻസ് എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഹൗസ് ലോൺ നമുക്ക് ഇതൊരു സെക്യൂരിറ്റി ആയിട്ട് ഇൻഷുറൻസിന് ചേർന്നേക്കണ ഒരു കോൺട്രാക്റ്റ് നമുക്കൊരു ഇൻഷുറൻസ് സെക്യൂരിറ്റി ആയിട്ട് ഇപ്പം നമ്മൾ ഡെപ്റ്റൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ചൈൽഡിൻ്റെ ഫ്യൂച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇൻഷുറൻസ് പ്ലാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്. സെക്കൻഡ്, വാട്ട് ആർ ദ നീഡ് പർപ്പസ് ഫോർ ഇൻഷുറൻസ്. താങ്ക് യു.